കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ശബരിമല ദർശനത്തിനുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ബുക്ക് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായി ആദ്യം shabarimala.org എന്ന വെബ്സൈറ്റിൽ കയറണം. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പേജിൽ നമ്മളാദ്യം ഇമെയിൽ ID ഓർ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഇമെയിൽ ID മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം പാസ്വേഡ് കൊടുത്ത് നമുക്കിത് ലോഗിൻ ചെയ്യാം. ശേഷം കാണിക്കുന്നത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ തീർത്ഥാടകൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണം. ഫോട്ടോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ക്രോപ്പ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 MB താഴെയുള്ള JPG ഫയൽ ഫോട്ടോ വേണം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിത് അപ്ലോഡ് ചെയ്യാം. പിന്നെ തീർത്ഥാടകൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം കൊടുക്കാം. ലാസ്റ്റ് നെയിം ഉള്ളിടത്ത് നമുക്ക് ഇനീഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ശേഷം മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. തീർത്ഥാടകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ ജെൻഡർ സെലക്ട് ചെയ്യാം. ജെൻഡർ ഇവിടെ കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് അഡ്രസ്സാണ്. ID പ്രൂഫിൽ അഡ്രസ്സ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കൺട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. ശേഷം സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് കൊടുക്കാം. കേരള സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്റ്റ് ആണ് ചോദിച്ചത്. അത് കൊടുക്കാം. പിൻകോഡ് കൊടുക്കാം. പിന്നെ ID പ്രൂഫാണ് ചോദിക്കുന്നത്. ആധാർ, വോട്ടർ ID, പാസ്പോർട്ട് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആധാറാണ് കൊടുത്തത്. അതിൻ്റെ ID നമ്പർ കൊടുക്കാം താഴെ. പിന്നെ ചോദിക്കുന്നത് ഇമെയിൽ ID ആണ്. ഇമെയിൽ ID കൊടുത്ത് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ കൊടുത്ത ആ പാസ്വേഡ് തന്നെ ഇവിടെ കൊടുക്കാം. ശേഷം I agree to terms and conditions ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ സക്സസ്ഫുള്ളി വെരിഫൈഡ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കൊടുത്ത അതേ പേജിലേക്ക് തിരിച്ചു പോകും. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ഒന്നും കൂടെ ലോഗിൻ ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് വിർച്വൽ ക്യൂ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ പോകുന്ന ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഡേറ്റ് കൊടുക്കാം. ശേഷം സെലക്ട് റൂട്ടാണ്. ഏത് റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നതെന്നാണ് അത് കൊടുക്കാം. പിന്നെ കാണുന്നത് സെലക്ട് സ്ലോട്ടാണ്. അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളാണ് കാണിക്കുന്നത്. അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. പച്ച നിറത്തിൽ കാണുന്നത് അവൈലബിൾ ആയിട്ടുള്ളതും ഓറഞ്ച് കളറിലുള്ളത് സെലക്റ്റഡ് ആയിട്ടുള്ളതുമാണ്. ശേഷം താഴെ സെൽഫ് എന്നും അതേഴ്സ് എന്നും കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സെൽഫ് എന്നും അതേഴ്സ് എന്നാണെങ്കിൽ ഈ സെൽഫിൽ നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കാണാം. പോകുന്ന തീർത്ഥാടകൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തത്. ഇനി അതേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കൂടെ ഒരുപാട് പേര് വേറെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അവരുടെ ഫോട്ടോ, അവരുടെ അഡ്രസ്സ്, ID പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കണം. അപ് ടു 5 മെമ്പേഴ്സാണ്. അത് ശ്രദ്ധിക്കണം. ഞാനിവിടെ സെൽഫ് കൊടുത്ത് മുന്നോട്ട് പോവാണ്. പിന്നെ താഴെ ചോദിക്കുന്നത് പ്രസാദം ഡീറ്റെയിൽസ് ആണ്. പ്രസാദം, അതിൻ്റെ പ്രൈസ്, ക്വാണ്ടിറ്റി തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്ത് അതിൻ്റെ എമൗണ്ട് അപ്പോൾ അവിടെ കാണിക്കും. അത് പേ ചെയ്യാം. ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചോദിക്കുന്ന റിലീഫ് ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളാണ്. നോയോ SO കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ശേഷം ആഡ് ടു വിഷ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കും. അത് നമുക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവാം. ഇവിടെ കാണിക്കുന്നത് പേയ്മെൻറ്റ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണിക്കാൻ പറ്റും. വെൽഫെയർ ഫണ്ടിലേക്കും പിന്നെ ടോട്ടൽ എമൗണ്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പ്രൊസീഡ് കൊടുക്കാം. ശേഷം ബുക്കിംഗ് കൺഫർമേഷനാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ സെലക്ട് സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്. വിർച്വൽ ക്യൂ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ക്ലിക്ക് ചെയ്യാം. ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. നമ്മുടെ ട്രാൻസാക്ഷൻ ID, ട്രാൻസാക്ഷൻ ഡേറ്റ്, ബുക്കിംഗ് നമ്പർ, സർവീസ് ടൈപ്പ്, സർവീസ് ഡേറ്റ്, ടൈം സ്ലോട്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. പിന്നെ പ്രസാദം ഡീറ്റെയിൽസും അതിൻ്റെ ക്വാണ്ടിറ്റി, നിലവിൽ നമ്മുടെ ഈ ഒരു ബുക്കിംഗ് സക്സസ് ആണോ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ നിലവിലൊന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് കാണിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും.
ഇങ്ങനെയാണ് ഓൺലൈനായി മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാനും ഇവിടെ ആക്ഷൻ എന്നുള്ളിടത്ത് ക്യാൻസൽ എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.